മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് പിന്നയാൻ. അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമസ്കാരം, നൊമാഡിക് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീശപ്പുലിമല യാത്രയിലാണ്. അതിന് വടകരയിൽ നിന്ന് ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയാണ് വൈകിട്ടത്തെ ട്രിവാൻഡ്രം എക്സ്പ്രസ്സിന്. പഴയ നമ്മുടെ കണ്ണൂരിലുള്ള കൃഷ്ണകുമാറും ടീമൊക്കെ വരുന്നുണ്ട്. അവരതേ ട്രെയിനിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആലുവ പോയി, ആലുവയിൽ നിന്ന് രാത്രി സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ രാവിലെ അവിടുന്ന് നമ്മൾ മൂന്നാറിലേക്ക് പോകാനാണ് പരിപാടി. പിന്നെ അവിടുന്ന് തുടർന്ന് യാത്രയാണ്. അപ്പോൾ ഒരു ദിവസം ടെൻറ്റ് സ്റ്റേയും പിന്നെ ഹൈക്കിങ്ങും മീശപ്പുലിമലയിലെ സൂര്യോദയം കാണുക, ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള യാത്രേൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. എല്ലാവരും തുടർന്ന് കാണുക. നമ്മുടെ ട്രെയിന് വരുന്നുണ്ട്. S10 ആണ് നമ്മുടെ കമ്പാർട്ട്മെന്റ്. സീറ്റ് വന്നു. കുറച്ച് മുന്നോട്ടേക്ക് ഓടേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇവിടെ തന്നെ നിന്നെ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടവരുടെ. ഫൈനലി ആലുവ സ്റ്റേഷനിലെത്തി. എല്ലാവരും ഉറക്കച്ചടവിലാണുള്ളത്. രാത്രി എത്രയാണ്? 11:30 മണിയായിട്ടായി. നല്ല മഴയാണ്. ഭക്ഷണം മുണ്ടൊക്കെ മടക്കി കുത്തി റെഡിയായി നിൽക്കുകയാണ്. ആരെയൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. നാട്ടുകാരെ ആരെയോ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ പരിപാടി എന്ന് ആർക്കറിയാം. ആരെയൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ട്. ആലുവ സ്റ്റേഷൻ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ആലുവ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ മൂന്നാർ മീശപ്പുലിമല യാത്രക്കാണ് വന്നിരിക്കുന്നത്. ഒരു മാസം മുമ്പേ നമ്മൾ ഇടുക്കി യാത്രയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് നമ്മളെല്ലാം കണ്ടതാണ്. കൃഷ്ണൻ എവിടെയോ റൂമൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇത് രാത്രിക്ക് വന്ന് ഓംലെറ്റും ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് മധുരം കുറച്ച് വിടാം. മധുരം കുറച്ച് വിടാം. വളരെ കൂട്ടിയിട്ട് നല്ലോണം കൂട്ടി കൊടുത്തോ. 3-4 സ്പൂൺ ഇട്ട് വിടാനോ? പരിപാടി കൂട്ടി കൊടുക്കല പരിപാടി. എന്തെന്നാണ് ഈ കളിക്കുന്നത്? ശാസ്ത്രീയമായി ഓംലെറ്റിനും വരുന്ന വാവ്, മനോഹരമായിരിക്കുന്നു. എന്തൊരു രസമാണെന്നറിയാമോ? ഗുഡ് മോർണിംഗ്. ഞങ്ങളിവിടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി റെഡിയായിരിക്കുകയാണ്. 6 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എത്ര മനോഹരമായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലാണിത്. ശരവണ പ്യൂർ വെജ് ആൻഡ് റെസ്റ്റോറൻറ്റ്. കണ്ട് പഴയ നമ്മൾ ചെന്നൈയിലൊക്കെയുള്ള ശരവണയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ നല്ല ഭക്ഷണമായിരുന്നു. സൂപ്പറാണ്. അടിപൊളി ബാഗും സെറ്റപ്പും ലൈറ്റാണ് ഇറങ്ങിയത്. മിസാബ്, ഇത് കുറച്ച് ഭാരം കൂടുതലാണെന്ന് തോന്നല്ലോ. ഒരു സർദാർജി ലുക്കൊക്കെയാണ് ബാക്ക് സൈഡിൽ നിന്ന്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് എന്നാണ് പറയുന്നത് മൂന്നാറിലേക്ക്. അപ്പോൾ 3 മണിക്കൂറാണ് യാത്ര ടൈം. ഞങ്ങൾ ബസ് സ്റ്റാൻഡിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കോതമംഗലം ബസ് സ്റ്റാൻഡിലാണുള്ളത്. ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത്. നമ്മൾ പോകുന്ന ബസ് മൂന്നാർ, ദേവികുളം, കോതമംഗലം, അടിമാലി ആ റൂട്ടിലാണ് ബസ് പോകുന്നത്.
അടിമാലി ടൗണാണ്. ഇത് മൂന്നാറിൻ്റെ ബേസ് ടൗണാണ്. ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് നമ്മൾ കയറി പോകുന്നത്. ബസ് സ്റ്റാൻഡ് എത്താനായി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറത്തേക്ക് ഇടുന്ന കാഴ്ചയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒത്തിരി ലോഡ്ജിങ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. വിശാലാത്തൊരു ടൗണിൻ്റെ സംവിധാനങ്ങളാണിത്. ഇവിടുത്തെ വരെ നല്ല റോഡാണ്. റോഡിന് കുഴപ്പമൊന്നുമില്ല. മഴ ഒരല്പമുണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കാഴ്ചകൾ കാണാവുന്നതാണ്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ മൂന്നാറിലേക്ക്. മൂന്നാറിലാണ് നമ്മൾ തെറ്റിയിട്ട് മാറിപ്പോകുന്നത്. മൂന്നാർ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇത് വളരെ കൊച്ചൊരു ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇത് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അതിനടുത്ത് KSRTC ബസ് ഇവിടെ വന്ന് പാർക്കൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ വൃത്തിഹീനമായ സാഹചര്യമാണ്. ഇതിൻ്റെ പുറകിലൊക്കെ ആൾക്കാർ തന്നെ, ഇവിടുത്തെ ആൾക്കാർ തന്നെ, ലോക്കൽ ആൾക്കാർ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ഇത്രയും ആൾക്കാർ വരുന്ന ടൂറിസ്റ്റുകൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് മൂന്നാർ. പക്ഷേ നോ നീറ്റ്നെസ്, മെയിൻ്റനൻസ് ആൻഡ് ഓൾ. വളരെ പരിതാപകരമാണ് ഇതിൻ്റെ പുറകിലൊക്കെ ഉള്ള അവസ്ഥ. നമ്മളത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടത് കാണിക്കുന്നില്ല. നമ്മളിതിൻ്റെ കൂടുതൽ നല്ല വശങ്ങൾ മാത്രം കാണിച്ചിട്ട് പോവാം. അതെന്ത് ചെയ്യാനാണ്? ഒരാളും കൂടി വരാണ്ട്. ഓക്കെ, മണിയേട്ടൻ്റെ ജീപ്പിലാണ് നമ്മൾ യാത്ര പോകുന്നത്. ആദ്യമായിട്ട് പോകുന്നത് റോസ് ഗാർഡനിലേക്കാണെന്നാണ് മനസ്സിലായത്. റോസ് ഗാർഡൻ മഴയായതുകൊണ്ട് ഇറങ്ങി നടക്കാനുള്ള ചെറിയ പ്രയാസം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. നമ്മളെല്ലാവരും കയ്യിൽ ഈ കോട്ട് കരുതിയത് കൊണ്ട് തന്നെ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു മൂന്നാറിലും പരിസരങ്ങളിലും 3-4 ദിവസമായിട്ട് തകർപ്പം മഴയാണ്. ഈ മഴ ആസ്വദിക്കാനും ചില്ലാവാനും വൈബാവാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഈ യാത്ര പ്രണയമാണ് യാത്രയോട് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. ബാവ മദീനയാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ ഈ ബാവ മദീന അദ്ദേഹത്തിൻ്റെ കൂടെ വരേണ്ട ബാക്കിയുള്ള ആൾക്കാരെ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഒരു ജീപ്പ് പുറപ്പെട്ടു കഴിഞ്ഞു, നമ്മുടെ ജീപ്പ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് റോസ് ഗാർഡനിലാണ്. റോസ് ഗാർഡൻ നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ്. ഇത് നാഷണൽ ഹൈവേ 49 ഇതിൻ്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ റോസ് കൂടാതെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് കൾട്ടിവേഷൻസ് ക്രോപ്സൊക്കെ ഉണ്ട്. സ്ട്രോബെറി ഉണ്ട്, റംബൂട്ടാൻ ഉണ്ട്, അതുപോലുള്ള ഒത്തിരി ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ ഉള്ളതാണ്. എന്തൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം ചെന്ന് നോക്കാം നമുക്കിനി. റോഡോഡെൻഡ്രൻ ഉണ്ട് നോട്ടാ. ഇത് റോഡോഡെൻഡ്രാടാ ആണോ? അല്ല അല്ലേ, അത് കുറച്ചുകൂടി വലിയ ബ്രാഞ്ചസ്. ഇങ്ങനെ കയറ്റം കയറി പോകണം നമുക്ക്. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, അടിപൊളി. നീലക്കുറിഞ്ഞി, അമ്മമ്മ നീലക്കുറിഞ്ഞിയാണിത്. അത് ഇപ്പൊ എല്ലാപ്പോഴും പൂക്കില്ലല്ലോ, ചെടിയാണല്ലേ ഇത്?
കർണാടക അത് 12 വർഷം 18 വർഷമായിട്ട് എടുക്കില്ലേ? 12 വർഷം. അതെ, അതെല്ലാ വർഷവും പൂക്കും. ഇതേതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഒരേ സമയത്ത് ഒരു ടൈമിലും കണ്ടത് അത് കഴിഞ്ഞ വർഷം 2 വർഷം മുന്നേ രാജമല രാജക്കാട്. ഇതെന്താണ് സ്പെഷ്യൽ? അത് പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടില്ല. സലോഫിയ സുങ്കോനിക്ക എന്ന് പറയും. ഭയങ്കര കളർഫുൾ ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ടല്ലേ. ഇതാണ് തോന്നുന്നത് 12 വരയാടുകൾക്കിടയിൽ പൂക്കുന്ന സാധനം ആണ്. പക്ഷേ അവിടെ നമ്മളൊന്ന് കൊടൈക്കനാൽ പോയപ്പോ അവർ പറഞ്ഞു ഇനി ഒത്തിരി വർഷങ്ങൾ എടുക്കുന്നു. ബ്യൂട്ടിഫുൾ. രുദ്രാക്ഷ മാല ഉണ്ടാക്കില്ലേ? രുദ്രാക്ഷത്തിന്റെ മരമാണ്. സ്പീഷീസിനെ പറ്റിയൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പൂക്കളുടെ ഒരു ലോകമാണ്. ഈശ്വര, എന്താണ് കളർഫുള്ളായിട്ടുള്ള. ഇതല്ലോ റോസ് ഗാർഡൻസ് നമ്മൾ വശീകരിച്ച് കഴിഞ്ഞു കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗി. സ്ട്രോബെറി കേട്ടോ, നമ്മളെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ബെഗോണിയ എന്നാണ് ഇത്ര ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ജെറേനിയം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ കാണാം. ആഫ്രിക്കൻ വയലറ്റ്, സെയിം പൗഡർ. റോസിൻ്റെ ഒരു സ്വർഗമാണ്. മൂന്നാർ ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്ക്. നമുക്കറിയാം ഈ സ്ഥലം കിടക്കുന്നത് 3500 ഫീറ്റ് എബവ് സീ ലെവലാണ്. അതിമനോഹരമായ ഒരു ഗാർഡനാണിത്. കൃഷ്ണനും മിസാബും ഒക്കെ ഫോട്ടോ എടുക്കുന്നതിൽ വലിയ ബിസിയിലാണ്. പൂക്കളൊക്കെ കാണുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഫോട്ടോ എടുക്കൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. തോന്നില്ലേ? ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ല. ആണോ ആർക്കറിയാം. ഡാലിയ ഫ്ലവേഴ്സ് നട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ. ഗ്രീൻ റോസ്, റോസ. ഗ്രീൻ റോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡാണല്ലോ കാണുന്നത്. വേറെ രക്ഷയില്ല. എന്തൊരു എസ്കേപ്പ് ടു വിൽഡർനെസ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നമ്മൾ ഭ്രമരം കാണിക്കുന്നതെന്ന് തോന്നും കേട്ടോ. ഭയങ്കര വാശിക്ക് വിടുന്നതാണ്. അമ്മേ, കഴിവുള്ള ആളാട്ടോ. അങ്ങനെ നല്ല ഡ്രൈവിംഗ് ആണ്, സമ്മതിച്ചു. നല്ല മഴയാണ്.
കേരളം മുഴുവൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. മനോഹരമായ ഒരു ഗ്രാമമാണ്. വളരെ ദൂരെ നിറയെ തോട്ടങ്ങൾ. ബ്യൂട്ടി അല്ലേ? നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മളൊന്ന് നിർത്തിയിരിക്കുകയാണ്. ഇത്ര മനോഹരമായ ഈ എസ്റ്റേറ്റും കോടമഞ്ഞും മഴയും ഇതൊക്കെ കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ പറ്റിയില്ല. രക്ഷയില്ലാത്ത വൈബാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അമ്മോ, തണുപ്പും നല്ല തണുപ്പും. ഇതാ ചായ ഉണ്ടല്ലേ? ചായ മഴ, തണുപ്പ്, കോട, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അടിപൊളി അടിപൊളി മൂന്നാർ. നമ്മൾ മൂന്നാറിലെ സേനൽ വാലി എന്ന് പറയുന്ന പ്രദേശത്തുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്വിറ്റ്സർലാൻഡ് ടൈപ്പ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു സ്വിറ്റ്സർലാൻഡ് ടൈപ്പാണ് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ പച്ചപ്പാണ്, നല്ലൊരു പച്ചപ്പാണ്. പിന്നെ ഇവർ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്. മീശപ്പള്ളി മലയിൽ ട്രക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ക്യൂറ്റ് ആൻഡ് കാമായിട്ടുള്ള പീസായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് ചായപ്പൊടിയാണ് നമ്മളുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പീടൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മീശപ്പള്ളി ട്രക്കിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓ, ലാസ്റ്റ് ഷോപ്പാണല്ലേ അത്? ഓ, ഇതാണ് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് കട കേട്ടോ. ഇതാണ്. ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബേസ് ക്യാമ്പ് മാത്രമേ ഉള്ളൂ. വേറെ ചായക്കടകളും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് മൂന്നാറിൻ്റെ ഒരു സ്വിറ്റ്സർലാൻഡ് നമുക്ക് പറയാം. ഇതേപോലുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, മനോഹരമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ്. നമ്മൾ ജീപ്പ് റെഡി ആയിരിക്കുകയാണ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ, കൊടും മഴയാണ്. ഇവിടെ ഒരു ചെറിയൊരു ട്യൂബൊക്കെ കാണാൻ ക്രിസ്ത്യൻ ഓഫ് റോഡ് ഡ്രൈവിങ്ങിൻ്റെ മാസ്മരികത അനുഭവിക്കണമെങ്കിൽ വരിക മൂന്നാറിലേക്ക്. സൈലന്റ് വാലി യൂക്കാലിപ്റ്റസിന്റെ പ്ലാന്റേഷൻ ആട്ടോ ഈ കാണുന്നത്. നല്ല ഹൈറ്റില്ല മരങ്ങൾക്ക്. അയ്യോ, ഇതുവരെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ബേസ് ക്യാമ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങണം. മഴ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ വന്നാലും മഴ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുകളിൽ പോകുന്നതോറും വെസ്റ്റേൺ ഘട്ടിൻ്റെ മലയോര പ്രദേശങ്ങളാണ് ആ മലയോര പ്രദേശങ്ങളായതുകൊണ്ടല്ല മഴ കുറയുന്നു. നമ്മൾ ബേസ് ക്യാമ്പ് എത്തിയിരിക്കുകയാണ്. നമ്മളെക്കാളും മുമ്പേ ബാക്കി എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു, റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ ലാസ്റ്റ് വണ്ടിയാണ്. നമ്മളെ വണ്ടിയിലെ ഡ്രൈവർ തിരിച്ചു പോവാണ്. അത്രയുടെ മകൻ, 18 വയസ്സുള്ള മകൻ മരണപ്പെട്ടത്രേ. ക്യാൻസർ വന്നിട്ട് 2 മാസം മുമ്പേ ദുഃഖവാർത്ത കിട്ടും.
ടെൻറ്റുകൾ മലേൻ്റെ മുകളിലാണ്. മഴയത്തിൻ്റെ മുകളിൽ നല്ല രസമായിരിക്കും എന്തായാലും. മീശപ്പുലിമല ബേസ് ക്യാമ്പിലാണുള്ളത്. ഇതാണ് ഇന്ന് രാത്രി ഞങ്ങൾ താമസിക്കേണ്ട ടെന്റ്. മഴയും തണുപ്പും കോടമഞ്ഞും ഇനി എന്താണ് വേണ്ടത് കേട്ടില്ലേ? ഇങ്ങനത്തെ ടെന്റുകളാണ് ഇവിടെ KFDC ഒരുക്കിയിരിക്കുന്ന ടെന്റുകളാണിത്. അവിടെയാണ് ഈ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഭക്ഷണം ഒക്കെ റെഡിയാണ്, എല്ലാവരും കഴിച്ചു തുടങ്ങി. ഞാനങ്ങനെ മെല്ലെ എത്തുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പോണ്ടുണ്ട്, ചെറിയൊരു താമരക്കുളം. ഇതിൻ്റെ ഓരോ മണ്ടക്കായി ആൾക്കാർ താമസിക്കുകയാണ്. വീട് വിട്ട് നമ്മൾ കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് തകർത്ത് തുടങ്ങി. നമ്മൾ വരുന്ന വഴിയാണ്. വാഷ്റൂം കുറേ മേലോട്ടാണ്, അങ്ങോട്ട് പോകണം. നമ്മളിങ്ങോട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുക്കുന്നു. നല്ല മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ തണുപ്പ് നല്ല തണുപ്പാണ്. കാര്യം ഒരുമിച്ച്